വലിയ നോമ്പിലെ 23-ാം ദിനം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ശിഷ്യന്മാർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യം ഈശോ വെളിപ്പെടുത്താൻ തുടങ്ങുകയാണ്. മനുഷ്യപുത്രൻ സഹിക്കണം, തിരസ്കരിക്കപ്പെടണം, വധിക്കപ്പെടണം, 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കണം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതവരുടെ പ്രതീക്ഷകളെ തകർക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. അവർക്ക് ശക്തനായ ഒരു മിശിഹായെ, വിജയശ്രീലാളിതനായ ഒരു നേതാവിനെയാണ് വേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുകൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് പത്രോസ് ചാടി വീണ് പ്രതികരിക്കുകയാണ്. അവൻ ഈശോയെ മാറ്റി നിർത്തി ശാസിക്കുകയാണ്. നിനക്കിതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന വിധത്തിൽ പത്രോസ് സംസാരിക്കുമ്പോൾ ഈശോ പത്രോസിനെ ശക്തമായി ശാസിച്ചുകൊണ്ട് പറയുകയാണ്, സാത്താനേ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. ഒരുപക്ഷെ പത്രോസിൻ്റെ തെറ്റ് നമ്മളും പലപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ്. ത്യാഗമില്ലാത്ത ഒരു ക്രിസ്തീയത, കുരിശില്ലാത്തൊരു ശിഷ്യത്വം, നമ്മിൽ നിന്നൊരുപക്ഷെ ത്യാഗമോ പ്രതിബദ്ധതയോ ഒന്നും ആവശ്യപ്പെടാത്ത ഒരു വിശ്വാസം, ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതയാത്രയിൽ നാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈശോയെ അനുഗമിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനകൾ പുനർനിർണയിക്കാൻ ഈശോയെ അനുവദിക്കുക എന്നതാണ്. അതായത് ഒരുപക്ഷെ നാം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും സ്നേഹം തിരഞ്ഞെടുക്കുക, വേദനിക്കുമ്പോഴും ക്ഷമയുടെ വഴി സ്വീകരിക്കുക, അഹങ്കാരത്തിനുള്ള സാധ്യതയൊക്കെ ഏറുമ്പോഴും വിനയം തിരഞ്ഞെടുക്കുക. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. കുരിശൊരിക്കലും ദുരിതത്തിൻ്റെ ചിഹ്നമല്ല. അത് ദിനംതോറും നമ്മളെക്കാൾ മുൻപിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു തീരുമാനമാണ്. ശക്തമായൊരു ചോദ്യം ഈശോ ചോദിക്കുകയാണ് ഇവിടെ. ഒരു ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? അതായത് ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നാം പരക്കം പാഞ്ഞു നേടുന്ന വിജയം, ആർജിച്ചെടുത്ത അംഗീകാരം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത്, ഇവയുടെയൊക്കെ മൂല്യം എന്താണ്? നോമ്പുകാലം ഈ ചോദ്യത്തെ സത്യസന്ധമായി നേരിടാനുള്ള സമയമാണ്. ക്രിസ്തുവിനെ പൂർണ്ണമായി പിന്തുടരുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എന്താണ് ഞാൻ ഇന്നും മുറുകെ പിടിക്കുന്നത്? വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ഞാൻ ഏറ്റെടുക്കേണ്ട കുരിശ് എന്തൊക്കെയാണ്? ഈ സുവിശേഷത്തിൻ്റെ വിരോധാഭാസം ഇതാണ്. നമ്മുടെ ജീവൻ സ്വയം രക്ഷിക്കാൻ നാം ശ്രമിക്കുമ്പോൾ നമുക്കവ നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഴമായ ജീവിതം കണ്ടെത്തും. കുരിശുകളൊന്നും ഈ ജീവിത കഥയുടെ അവസാന വാക്കല്ല. കുരിശെപ്പോഴും പുനരുത്ഥാനത്തിലേക്കാണ് നയിക്കുന്നത്. കുരിശിൻ്റെ പാതയിൽ ക്രിസ്തുവിനോടൊപ്പം ചരിക്കുന്ന ഏതൊരാൾക്കും പുതിയ ജീവിതത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാനാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.